Welcome back to our channel Easy Mathematics. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, സെക്ഷൻ ആണ്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന സെക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പാർഷ്യൽ ഫ്രാക്ഷൻ. സോ എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. പാർഷ്യൽ ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. CBSE ആയാലും സ്റ്റേറ്റ് ബോർഡ് ആയാലും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നമുക്കൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് കാണാൻ പറ്റും. എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുക? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും എന്താണ് പാർഷ്യൽ ഫ്രാക്ഷന്റെ ഫോം, ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെയും പാർഷ്യൽ ഫ്രാക്ഷന് ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്റഗ്രേഷനിൽ എപ്പോഴാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇന്റഗ്രന്റ് P/Q ഫോമിൽ വരുമ്പോഴാണ്. അതായത് ഏത് ഫംഗ്ഷനെയാണോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം P/Q ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഫോർമാറ്റ് ഇതാണ്. ന്യൂമറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്, അത് നമുക്ക് നോക്കാം, ലോങ് ഡിവിഷൻ മെത്തേഡ്. അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഇവിടെ ന്യൂമറേറ്റർ P(x + Q) ലീനിയർ പോളിനോമിയൽ ആണ്, ഡിനോമിനേറ്റർ പ്രൊഡക്റ്റ് ഓഫ് 2 ലീനിയർ പോളിനോമിയൽ. അപ്പോൾ ഡിനോമിനേറ്റർ പ്രൊഡക്റ്റ് ഓഫ് 2 ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. A/ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് B/ സെക്കൻഡ് ഫാക്ടർ. ഇനി രണ്ടാമത്തെ മെത്തേഡ് ലീനിയർ പോളിനോമിയൽ ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് 3 ലീനിയർ പോളിനോമിയൽ ലീനിയർ ഫാക്ടേഴ്സ് x - a, x + b, x - c. ഇനി ഇവിടെ പ്ലസ് ആവാം മൈനസ് ആവാം, അതിനൊരു പ്രശ്നവുമില്ല. ലീനിയർ പോളിനോമിയൽ ആയിരിക്കണം എന്ന് മാത്രമാണ് ഡിനോമിനേറ്ററിൽ ആവശ്യമായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ലീനിയർ പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണ് 3, പ്രൊഡക്റ്റ് ഓഫ് 3 ലീനിയർ പോളിനോമിയൽ ആണ് ഡിനോമിനേറ്റർ എങ്കിൽ നമ്മൾ എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. A/ ഒന്നാമത്തെ ഫാക്ടർ പ്ലസ് B/ രണ്ടാമത്തെ ഫാക്ടർ പ്ലസ് C/ മൂന്നാമത്തെ ഫാക്ടർ. ഇനി മൂന്നാമത്തെ ഫോർമാറ്റ് ലീനിയർ പോളിനോമിയൽ ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ മുകളിൽ ന്യൂമറേറ്ററിൽ ലീനിയർ പോളിനോമിയലിന് പകരം ഇനി ഒരു കോൺസ്റ്റന്റ് വന്നാലും 1, 2, 5 വന്നാലും നമ്മൾ സെയിം പ്രൊസീജിയർ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ന്യൂമറേറ്റർ ലീനിയർ പോളിനോമിയൽ ആണ് P(x + Q), ഡിനോമിനേറ്ററിൽ x - a ഹോൾ സ്ക്വയർ ഇൻറ്റു x - b. അതായത് ഇവിടെ ലീനിയർ പോളിനോമിയലിന് പകരം അതിന്റെ ക്വാഡ്രാറ്റിക് ഫോമിലാണ് തന്നിട്ടുള്ളത്. x - a ഹോൾ സ്ക്വയർ ഇൻറ്റു എ ലീനിയർ പോളിനോമിയൽ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നതെന്നാണ് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ഇവിടെ x - a ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ A/ അതിന്റെ ഏറ്റവും ലീസ്റ്റ് പവറായ x - a പവർ 1 നിന്ന് നമ്മൾ തുടങ്ങുന്നു. A/ x - a പവർ 1 പ്ലസ് B/ x - a പവർ 2 പ്ലസ് C/ സെക്കൻഡ് ഫാക്ടർ x - b. അപ്പൊ സെയിം മാനറിൽ നമുക്ക് ഇവിടെ x - a ഹോൾ ക്യൂബ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? അതിന്റെ ഏറ്റവും ലീസ്റ്റ് പവറായ 1 നിന്ന് തുടങ്ങണം. 1, 2, 3 എന്ന് എടുക്കണം. സോ A/ x - a പ്ലസ് B/ x - a ഹോൾ സ്ക്വയർ C/ x - a ഹോൾ ക്യൂബ് പ്ലസ് D/ x - b എന്ന് എഴുതേണ്ടി വരും. ഇപ്പൊ ഏത് പവർ ഡിനോമിനേറ്ററിൽ വന്നാലും അതിന്റെ ലീസ്റ്റ് പവർ
ഉപയോഗിച്ച് വേണം നമ്മൾ എഴുതാൻ. എ ബൈ ദാറ്റ് ലീസ്റ്റ് പവർ എക്സ് മൈനസ് എ ഹോൾ പവർ 1 പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ പവർ 2 പ്ലസ് സി ബൈ എക്സ് മൈനസ് എ പവർ 3 പ്ലസ് എക്സെട്ര. അപ്പൊ ആ ഫോർമാറ്റ് ആണ് വളരെ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കാര്യം. ഇനി നെക്സ്റ്റ് ഫോർത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമാറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ദിസ് ഫോർമാറ്റ്, ഈ ഫോർമാറ്റ്. അതില് ന്യൂമറേറ്റർ പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ലീനിയർ പോളിനോമിയൽ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി. അപ്പൊ ഇവിടെയും മൂന്നാമത്തെ മെത്തേഡിലും നമ്മൾ പറയുന്നത് ക്വാഡ്രാറ്റിക് തന്നെയാണ്, പക്ഷെ അതിനെ ഒരു ഫാക്ടർ ഹോൾ പവർ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്, അതായത് നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പോളിനോമിയൽ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഡിനോമിനേറ്ററിൽ. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല, ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പൊ ഡിനോമിനേറ്ററിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇൻറ്റു എ ലീനിയർ പോളിനോമിയൽ വന്നാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പോളിനോമിയലാണിത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ ക്വാഡ്രാറ്റിക് വരുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്ന രീതി ഇതാണ്. ന്യൂമറേറ്റർ ലീനിയർ പോളിനോമിയൽ ആയി എഴുതണം. സോ വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എങ്ങനെയാണ് ഡിനോമിനേറ്ററിൽ ഇറഡ്യൂസിബിൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വന്നാൽ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ലീനിയർ പോളിനോമിയൽ ആയിരിക്കണം. സോ ലീനിയർ ഡിവൈഡഡ് ബൈ ക്വാഡ്രാറ്റിക്. സോ ഹിയർ ലീനിയർ പോളിനോമിയൽ ഞാൻ എഴുതുന്നത് എ എക്സ് പ്ലസ് ബി എന്ന രൂപത്തിലാണ്. സോ എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ ദാറ്റ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി പ്ലസ് അടുത്ത ഫാക്ടർ അതൊരു ലീനിയർ ഫാക്ടർ ആണ്. അപ്പോൾ വെറും സി മാത്രം മതി. എയും ബിയും നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ സി ഉപയോഗിക്കുന്നത്. സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി. ഇവിടെ എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നതിന് പി എക്സ് പ്ലസ് ക്യൂ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം. ഈ നാല് മെത്തേഡുകളാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും നമുക്ക് ഇനി വരാൻ സാധ്യതയുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഈ നാല് മെത്തേഡുകൾ നിങ്ങൾ വളരെ തറവായിട്ട് പഠിച്ചാൽ പാർഷ്യൽ ഫ്രാക്ഷനിലെ ഏത് പ്രോബ്ലവും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് നാല് മെത്തേഡ്? ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഡിനോമിനേറ്റർ പ്രൊഡക്റ്റ് ഓഫ് ടു ലീനിയർ ആണെങ്കിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് പ്ലസ് ബി. ഇനി പ്രൊഡക്റ്റ് ഓഫ് 3 ആണെങ്കിൽ എ ബൈ ബി ബൈ സി ബൈ പ്ലസ് ആണ് എല്ലാത്തിനും. ഇനി ഡിനോമിനേറ്റർ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി ആണെങ്കിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് ബി. ഇനി ഫോർത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത് ഇൻറ്റു എ ലീനിയർ പോളിനോമിയൽ വന്നാൽ ന്യൂമറേറ്റർ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ലീനിയർ പോളിനോമിയൽ ആയിരിക്കണം. സോ എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പാർഷ്യൽ ഫ്രാക്ഷനിലെ 4 ഫോർമാറ്റുകൾ. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും: integral x divided by x plus 1 into x minus 2 dx or evaluate integral x by x plus 1 into x minus 2 dx. So numerator ഒരു ലീനിയർ പോളിനോമിയൽ ആണ്. ന്യൂമറേറ്റർ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഡിനോമിനേറ്റർ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ പോളിനോമിയൽ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ പോളിനോമിയൽ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തത്? ഫസ്റ്റ് മെത്തേഡ് അല്ലെ, എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്. അപ്ലൈയിങ് പാർഷ്യൽ ഫ്രാക്ഷൻ വി ഗെറ്റ് x by x plus 1 into x minus 2 is equal to a by x plus 1 plus b by x minus 2. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? a into x minus 2 plus
പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഇൻറ്റു എക്സ് പ്ലസ് വൺ ഹോൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു. ഇത് രണ്ടും ഈക്വൽ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇപ്പോഴും ഈക്വൽ ആണ്, കാരണം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. ഡിനോമിനേറ്റേഴ്സ് രണ്ട് ഭാഗത്തും ഉള്ളത് സെയിം ആണ്. ന്യൂമറേറ്റർ ഷുഡ് ബി ഈക്വൽ. ഇക്വേറ്റിംഗ് ന്യൂമറേറ്റർ വി ഗെറ്റ് അനദർ ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് ടു പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ്. ഈ ഒരു ഇക്വേഷനിൽ എക്സിന് ഞാൻ -1 എന്നും എക്സിന് 2 എന്നും പറയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ എയുടെയും ബിയുടെയും വാല്യൂസ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം, ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്തിനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഈ രണ്ട് ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യും. എയുടെ വാല്യൂ എനിക്ക് എക്സ് ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 1/3 കിട്ടി. എക്സ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം അങ്ങ് ക്യാൻസൽ ആയി പോകും. ബിയുടെ വാല്യൂ ഡയറക്റ്റ് എനിക്ക് കിട്ടും. ബി ഈസ് ഈക്വൽ ടു 2/3 കിട്ടി. എനിക്ക് ഇന്റഗ്രൽ ഓഫ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ രണ്ട് ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. എയുടെയും ബിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇന്റഗ്രൽ 1/3 ഇൻറ്റു 1/3 dx ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് 2/3 dx ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. കോൺസ്റ്റന്റിനെ ഞാൻ പുറത്തെടുത്തു, 1/3 പുറത്തെടുത്തു. ഇന്റഗ്രൽ 1 ബൈ എക്സ് പ്ലസ് 1 ലോഗ് എക്സ് പ്ലസ് 1 പ്ലസ് ഇന്റഗ്രൽ 2/3 ഞാൻ പുറത്തെടുത്തു. അതിനെ പുറത്തെടുത്തതിന് ശേഷം ഇന്റഗ്രൽ 1 ബൈ എക്സ് മൈനസ് 2 dx that is log x minus 2 plus c. അപ്പോൾ ഫൈനൽ ആൻസർ 1/3 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 പ്ലസ് 2/3 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 2 പ്ലസ് സി. ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായി പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസും കൂടുതൽ പ്രോബ്ലംസും നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. So stay at home, be safe, stay safe. Goodbye.